കൊടകരയിൽ സഹോദരങ്ങൾക്ക് പാമ്പുകടിയേറ്റ സംഭവത്തിൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന 10 വയസ്സുകാരൻ അനോഷിന്റെ ആരോഗ്യനിലയിൽ പുരോഗതി. കുട്ടി കണ്ണുതുറന്നതായി മെഡിക്കൽ ബുള്ളറ്റിൻ. കുട്ടി ഇപ്പോഴും അപ്പോളോ ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ ചികിത്സയിൽ തുടരുകയാണ്. സാനുക്ക് സജീവ് ചേർന്ന വിവരങ്ങളുമായി. സാനു, ഇത്തരത്തിൽ കൊടകരിലുണ്ടായ ഒരു പാമ്പുകടിയേറ്റ സംഭവത്തിൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ആ ഒരു കുട്ടിയുടെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എങ്ങനെയാണ് മെഡിക്കൽ ബുള്ളറ്റിനിൽ പറയുന്നത്? അമല്, വലിയ ദാരുണമായിട്ടുള്ള സംഭവമാണ് കൊടകരയിൽ ഉണ്ടായത്. കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവം നടക്കുന്നത്. കുട്ടി ഒരു പള്ളിയിലച്ഛൻ്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുത്ത ശേഷം അവർ വീട്ടിലെത്തിയ ശേഷം കുട്ടികൾ വിശ്രമിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ പാമ്പ് കടി ഏൽക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. പാമ്പ് ഈ കുട്ടികൾ കിടന്ന ബെഡിൻ്റെ അടിയിലായിരുന്നു ഉണ്ടായിരുന്നത്, തലവണയ്ക്കടിയിലായിരുന്നു ഉണ്ടായിരുന്നത്. അത് ആൾജോ എന്ന് പറയുന്ന 8 വയസ്സുകാരനെ, ഒപ്പം തന്നെ ആ കുട്ടിയുടെ സഹോദരനെ കടിക്കുന്ന ഒരു സഹോദരനായിട്ടുള്ള അനോഷിനെ കടിക്കുകയായിരുന്നു. ഈ സംഭവത്തിൽ ആൾജോ അന്ന് തന്നെ മരണപ്പെടുകയായിരുന്നു, മരണത്തിന് കീഴടങ്ങിയായിരുന്നു. ഈ ശാരീരിക അസ്വസ്ഥ ഉണ്ടായതിനെ തുടർന്ന് ഇവർ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കുമാണ് കുട്ടിക്ക് പാമ്പ് കടി ഏറ്റു എന്നുള്ള ഒരു വിവരം അറിയുന്നത്. എന്തായാലും ആൾജോ മരണപ്പെടുകയും തുടർന്ന് ആ കുട്ടിയുടെ സഹോദരനായിട്ടുള്ള അനോഷ് അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുമായിരുന്നു. ഇപ്പോൾ വരുന്നൊരു വാർത്ത ആശ്വാസകരമായിട്ടുള്ള വാർത്തയാണ്. സഹോദരന് മരുന്നുമായിട്ട് പ്രതികരിക്കുന്നുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കണ്ണ് തുറന്നു എന്നാണ് മെഡിക്കൽ ബുള്ളറ്റിൻ പറയുന്നത്. അതേപോലെ തന്നെ ആരോഗ്യസ്ഥിതിയിൽ നേരിയ പുരോഗതി മാത്രമാണ് ഡോക്ടർമാർ പറയുന്നത്. ഈ മരുന്നിനോട് പ്രതികരിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായ സാഹചര്യത്തിൽ ഈ കൂടുതൽ ഈ ആരോഗ്യനില തൃപ്തികരമാകാനായിട്ടുള്ള സാധ്യതയുമുണ്ട്. ഒപ്പം തന്നെ ഈ ആരോഗ്യവകുപ്പും അതേപോലെ തന്നെ ജില്ലാ ഭരണകൂടവും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ നിർദ്ദേശങ്ങളൊക്കെ പുറപ്പെടുവിച്ചിട്ടുണ്ട്. കാരണം ഈ വേനൽക്കാലമാണ്, അതിരൂക്ഷമായിട്ടുള്ള വെയിലാണ്. ആ സമയത്തൊക്കെ കുട്ടികളെയൊക്കെ വീടിനുള്ളിൽ കിടത്തി ഉറക്കുമ്പോൾ ഈ തലയണയും അതേപോലെ തന്നെ ബെഡും ഒക്കെ കൃത്യമായിട്ട് പരിശോധിക്കണമെന്ന് അടക്കമുള്ള കാര്യങ്ങൾ ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. ഈ ബെഡിനുള്ളിൽ നിന്നും ഇന്നലെ പാമ്പിനെ കണ്ടെത്തിയിരുന്നു. മാത്രമല്ല ഇന്നും അതേ സ്ഥലത്ത് നിന്ന് ശംഖുവരയൻ ഇനത്തിൽപ്പെട്ട, ഇന്നലെ കുട്ടീനെ കടിച്ചു എന്ന് പറയപ്പെടുന്ന അതേ ഇനത്തിൽപ്പെട്ട പാമ്പിനെ ഇന്നും പിടികൂടുന്ന ഒരു സാഹചര്യവും അവിടെ ഉണ്ടായിട്ടുണ്ട്. അമൽ.